ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജലലഭ്യതയും ജലസുരക്ഷയും ഉറപ്പാക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ ജല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിക്കും. കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗം നാളെ പട്നയിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 51 കോടിയോളം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഫോം വിതരണം 97% പൂർത്തിയായി. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനം ജലസംക്രമണത്തെ സാരമായി ബാധിക്കുന്നുവെന്നും ജലലഭ്യതയും ജലസുരക്ഷയും ഉറപ്പാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 ദേശീയ ജല അവാർഡുകളും പ്രഥമ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി അവാർഡുകളും ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജലസ്രോതസ്സുകൾ പരിമിതമായതിനാൽ വെള്ളത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. जल का सक्षम उपयोग एक वैश्विक अनिवार्यता है. हमारे देश के लिए जल का सक्षम उपयोग और भी अधिक आवश्यक है, क्योंकि हमारे देश की जनसंख्या की दृष्टि से हमारे जल संसाधन बहुत सीमित है. ऐसे स्थिति में सरकार और जनता को मिलकर वाटर अवेलेबिलिटी और वाटर सिक्योरिटी के लिए निरंतर प्रयासरत रहना चाहिए. ജലസംരക്ഷണത്തിനുള്ള മികവിന് കേരളത്തിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത് ജലശക്തി മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിനും തിരുവനന്തപുരം MGM മോഡൽ സ്കൂൾ പ്രത്യേക പരാമർശത്തിനും അർഹമായി. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, സഹമന്ത്രി V സോമണ്ണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബയുടെ മഹാസമാധിയിൽ അദ്ദേഹം പ്രണാമം അർപ്പിക്കും. സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. പ്രായോഗികവും കാലാവസ്ഥാ വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നതുമായ കൃഷിരീതികളിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് 3 ദിവസത്തെ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം ആത്മവിശ്വാസത്തോടെ നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 6ാമത് രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ വളർന്നുവരുന്ന വിപണി മാത്രമല്ല, ലോകത്തിന് പ്രത്യാശയുടെ മാതൃക കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി NDA സഖ്യകക്ഷി MLA-മാരുടെ യോഗം നാളെ പട്നയിൽ ചേരും. വിശദാംശങ്ങളിലേക്ക്. BJP അടക്കം ഇന്ത്യയിലെ 5 ഘടകകക്ഷികളിൽ നിന്നുള്ള 202 MLA-മാർ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവായി ശ്രീ നിതീഷ് കുമാറിനെ വീണ്ടും തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന. നിലവിലെ നിയമസഭ നാളെ പിരിച്ചുവിടാൻ സംസ്ഥാന മന്ത്രിസഭ ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാളെ ഗവർണർക്ക് രാജി സമർപ്പിക്കും. ഇതിനുശേഷം സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് നേതാക്കൾ ഗവർണറെ കാണും. പട്നയിലെ ഗാന്ധി മൈതാനിൽ മറ്റന്നാളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതിന് ശേഷം 50,97,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ ആകെ 98.54% വോട്ടർമാർക്ക് ഫോം ലഭ്യമാക്കി. കേരളത്തിൽ ഇതുവരെ 97% എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. പൂരിപ്പിച്ച ഫോമുകൾ ശേഖരിക്കുന്നതിൽ BLO-മാർക്ക് സൗകര്യമൊരുക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾ സമഗ്രമായ നടപടികൾ കൈക്കൊണ്ടതായും അദ്ദേഹം വ്യക്തമാക്കി. 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വോട്ടർ പട്ടികയുടെ രണ്ടാം ഘട്ടം ഈ മാസം 4-നാണ് ആരംഭിച്ചത്. 2026 ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു.
തദ്ദേശ തെരഞ്ഞെടുപ്പിനും വോട്ടർ പട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടി വരും. ഇത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെയും ബാധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന ചീഫ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചതായും റിട്ട് ഹർജിയിൽ വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇന്നലെ വരെ 2994 പേർ പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഏറ്റവും കൂടുതൽ പത്രികാ സമർപ്പണം തൃശൂരിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. ഈ മാസം 21 വരെയുള്ള പത്രികാ സമർപ്പണത്തിന് ശേഷം സൂക്ഷ്മ പരിശോധന 22 നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഡിസംബർ 9, 11 തീയതികളിൽ ബന്ധപ്പെട്ട ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു ജില്ലയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുതിർന്ന മാവോയിസ്റ്റ് നേതാവ് മാധ്വി ഹിത്മ ഉൾപ്പെടെ 6 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് നിന്ന് AK-47 റൈഫിളുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ കണ്ടെടുത്തു. അതിനിടെ വിജയവാഡയിൽ 27 മാവോയിസ്റ്റുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും ഇന്ത്യ നേതൃപരമായ പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുകയെന്ന ലക്ഷ്യം കൈവരിക്കാൻ നവീകരണത്തിന് സർക്കാർ പ്രഥമ മുൻഗണന നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിക്കിയുടെ 98ാമത് വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ അടുത്ത 2 വർഷങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. If we have to become a developed nation by 2047, would be to create an investment-friendly ecosystem. Can we get cutting-edge technologies into the country, whether it's artificial intelligence, quantum computing, machine learning, all of these is going to need talent. And India producing 2.3 million STEM graduates every year. 2050 രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ നഗരവികസനത്തിന്റെ സംഭാവന നിലവിലെ 60% നിന്ന് 80% ഉയരുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. നഗരങ്ങളെ സാമ്പത്തിക കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് 4 ലക്ഷം കോടി രൂപയുടെ അർബൻ ചലഞ്ച് ഫണ്ട് ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ നടന്ന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ 2ാം ദിനമായ ഇന്ന് ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. തിരക്ക് മൂലം ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ തീർത്ഥാടകർ ദർശനം നടത്താനാകാതെ തിരികെ പോകുന്ന സാഹചര്യമുണ്ടായെങ്കിലും വൈകുന്നേരത്തോടെ സ്ഥിതി നിയന്ത്രണ വിധേയമായതായി അധികൃതർ അറിയിച്ചു. തീർത്ഥാടകർക്ക് അധികം കാത്തു നിൽക്കാതെ സുഗമമായി ദർശനം നടത്താൻ സൌകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. സ്പോട്ട് ബുക്കിംഗ് 20,000 ആക്കി നിജപ്പെടുത്തുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശബരിമലയിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസും BJPയും വിമർശനമുന്നയിച്ചു. കന്യാകുമാരി തീരത്തെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റ് 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ കാശിമഠ് സംസ്ഥാൻ വാരാണസിയുടെ മഠാധിപതിയും ആത്മീയാചാര്യനുമായ ശ്രീ സംയമീന്ദ്ര തീർത്ഥസ്വാമികൾ 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. രംഗവിലാസം കൊട്ടാരത്തിലെത്തുന്ന സ്വാമികളെ പൂർണ്ണകുംഭം നൽകി തലസ്ഥാനം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജലലഭ്യതയും ജലസുരക്ഷയും ഉറപ്പാക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ ജല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിക്കും. കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗം നാളെ പട്നയിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ 51 കോടിയോളം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഫോം വിതരണം 97% പൂർത്തിയായി.
ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്, സുഗമമായ ദർശനത്തിന് സൌകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.